ആദ്യത്തേത് അടച്ചു കലാശം. അടച്ചു കലാശത്തിൽ ഒരു 4 കലാശമെങ്കിലും ആ ഒരു ഘട്ടത്തിൽ എടുക്കണം. രണ്ടാമത്തേത് തുറന്നു കലാശം. തുറന്നു കലാശത്തിലും ഒരു 4 കലാശം എടുക്കാം. അടുത്തത് എടുത്ത് കലാശം. എടുത്ത് കലാശത്തിലും ഒരു 4 കലാശം എടുക്കാം. പിന്നെ അടിച്ചു കലാശം. അടിച്ചു കലാശത്തിൽ 2 കലാശം എടുക്കാം. അതിനുശേഷം തകൃത ഘട്ടമായി. തകൃത ഘട്ടത്തിൽ 7 കലാശം എടുക്കാം. അതിനുശേഷം തക്കിട്ട ഘട്ടമായി. അതായത് പതിഞ്ഞ ത്രിപുടിയിലേക്ക് കിടക്കുന്ന ആ ഒരു ഘട്ടം. ആ ഒരു ഘട്ടത്തിൽ 1 കലാശം എടുത്തതിന് ശേഷം തൂക്ക് പിടിക്കുന്ന ഘട്ടത്തിലേക്ക്, അതായത് പതിഞ്ഞ ത്രിപുടയുടെ ഘട്ടത്തിലേക്ക്, തമ്പ്രാങ്കോല് എന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നാൽ അവിടെ ഈ തക്കിട്ട കലാശം 10 എണ്ണം എടുക്കാം. അതിനുശേഷം നേർകോൽ കലാശമായി, അതായത് മുട്ടിന്മേ കലാശം, ഒരു 12 കലാശം അവിടെ എടുക്കാം. അടുത്തത് ത്രിപുടയുടെ ഒരു പ്രാരംഭം എന്ന നിലയിൽ തകൃത കലാശം. ഒരു തകൃത കലാശം എടുത്തേച്ച് അടിസ്ഥാന താളമായ ത്രിപുടയിലേക്ക് അല്ലെങ്കിൽ താള സ്വരൂപത്തിലേക്ക് കിടക്കുവാണ്. അടിസ്ഥാന താളത്തില് 14 തകൃത കലാശങ്ങൾ ഇടികോൽ ഘട്ടത്തിലേക്ക് കിടന്നു. ഇടികോൽ ഘട്ടത്തിലേക്ക് കിടന്നാൽ 20 ഇടികോൽ കലാശം എടുത്ത് പാണ്ഡ്യ കലാശിക്കുന്നു.